എല്ലാ ദിവസവും ഹർത്താൽ. എടി രമണി, എന്താ സുധവേട്ടാ? ഇങ്ങനെ പോയാൽ കേരളം മുടിയിട്ടോ. ആ രമണി, ഇങ്ങോട്ട് വന്നേ. അടുക്കളയിൽ തിരക്കിട്ട പണിയുള്ളപ്പോ ഇങ്ങനെ വിളിക്കല്ല സുധവേട്ടാ. ഓ, നിന്റെ ഒടുക്കത്തൊരു അടുക്കള പണി. എന്നാ ഒരു വേലക്കാരിയെ നിർത്ത്. ആ, ഞാൻ സുലൈമാനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല രമണി, ദാ നോക്ക്, ദാ സ്വർണത്തിന് വില കുറഞ്ഞോ? നോക്കട്ടെ. അയ്യോ, കഷ്ടായി പോയല്ലോ. വില കൂടുതലുള്ളപ്പം വാങ്ങിയും വെച്ചു. നിന്റെ നിർബന്ധം കൊണ്ടല്ലേ? ഹോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കഷ്ടകാലം. മോള് വരാനായല്ലോ. ആ ദിവസം തന്നെ ഹർത്താല്. വണ്ടിയൊന്നുമില്ലാതെ അവള് കഷ്ടപ്പെടുമല്ലോ. ഹർത്താലാണെന്ന് അവൾക്കറിയില്ലേ? ഇനിയിപ്പം കല്യാണത്തിന് ഒരാഴ്ചയേ ഉള്ളൂ. പുറത്തും അകത്തും ഒരുപാട് പണിയുണ്ട്. അവര് പറയുന്നതൊക്കെ ചെയ്യണം. നാട്ടുമ്പറായതുകൊണ്ട് പേടിക്കാനില്ല. ജോലിയൊക്കെ ചെയ്യാം, പക്ഷേ ചെല്ലപ്പേട്ടന്റെ സ്വഭാവം മാറി. എനിക്ക് കിട്ടുന്നതിന്റെ പകുതി നിനക്ക് തരും. അത് മതി. ആ വാ. എന്താ? ആരാ? ഇവിടെ ഒരു വേലക്കാരി വേണമെന്ന് സുലൈമാൻ പറഞ്ഞു. ഇത് മീനാക്ഷി. എവിടെയാ സ്ഥലം? കൂടല്ലൂരാ. തമിഴ്നാടാണല്ലേ? അല്ല സാറേ, മലയാളിയാ. സാറേ നല്ലവളാ. നിങ്ങളെ സ്വന്തം പോലെ വിശ്വസിക്കാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു മോനുണ്ട്. നിങ്ങൾ എവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെയൊക്കെ തന്നെയുള്ള ആളാ, ചെല്ലപ്പൻ. ഇടയ്ക്കിടയ്ക്ക് വേലിപ്പണിക്ക് പോവും, അതാ കാണാത്തത്. കുറച്ച് ദിവസം നിന്ന് നോക്ക്. ആദ്യം പുറത്തുള്ള പണി എടുത്താൽ മതി. എന്നാ അകത്തേക്ക് വാ മീനാക്ഷി. എന്നാ സാറേ ഞാൻ അങ്ങോട്ട്. ആ, ഇവിടെ ഒരു പണി നടക്കും. ആ ചെടികൾക്ക് ദിവസം വെള്ളം ഒഴിക്കണം. ശരി സാറേ. മീനാക്ഷി, ആ പായ വിരിച്ച് കിടന്നോ. അവള് വന്നത് ആശ്വാസായി. അടുക്കളപ്പണിയും അടിച്ചുവാരലും എല്ലാം ഇനി അവള് നോക്കിക്കോളും. മോളുടെ കല്യാണം അടുത്തു വരുമ്പോൾ മനസ്സിനൊരു വിഷമം. അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രം. പിന്നെ ഇവിടെയുള്ള സ്വർണവും പണവും ബാങ്കിലേക്ക് മാറ്റാം. ശരിയാ, ലോക്കറിൽ വെച്ചാൽ പേടിക്കണ്ട. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. മോളുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രം. ഇനിയുള്ള കാലം നിങ്ങളെ പെൻഷൻ കൊണ്ട് ജീവിക്കാം. കുറച്ച് സ്ഥലം മോളുടെ പേരിൽ എഴുതാം. ശരിയാ. ഇവള് പണി തുടങ്ങി. മീനാക്ഷി. ആ, ചെല്ലപ്പേട്ടനോ? എങ്ങനെ മീനാക്ഷി? ആ, കുഴപ്പമില്ല. മീനാക്ഷി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അധികം വഴുകണ്ട. ഇല്ല. ഞാനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്നാ പറഞ്ഞ പോലെ. ആ, ചെല്ലപ്പനോ? നീ എപ്പോഴാ വന്നേ? മീനാക്ഷിക്ക്
സുഖാണോന്ന് അറിയാമെന്ന. അവള് പറഞ്ഞില്ലേ ഓ, അവള് പറഞ്ഞു. നല്ല രീതിയിൽ നിന്നാൽ ശമ്പളം കൂട്ടി കൊടുക്കാം. ചെല്ലപ്പന് പണിയൊന്നും ഇല്ലേ, 2 ദിവസം വിറക് കീറാനുണ്ട്. പറ്റുമോ? ഓ, പറ്റൂ സാറേ, ഞാൻ ചെയ്തോളാം. ചെല്ലപ്പ പണി തുടങ്ങിക്കോ. മീനാക്ഷി ഇങ്ങ് വന്നേ. ഓ വരുന്നു ചേച്ചി. ചെല്ലു ചെല്ലു, രാത്രി കാണാം. ഇതെന്താ അലമാര തുറന്ന് നടക്കുന്നു? രമണി, വാതിലും തുറന്ന് കിടപ്പുണ്ടല്ലോ. രമണി, രമണി, എണീക്ക്. ഇതാരാ അലമാര തുറന്നിട്ടേ? ഇതാരാ അലമാര തുറന്നിട്ടേ? എന്താ സുധേട്ടാ? രമണി, എഴുന്നേറ്റ് പാടി. ഇതിലൊന്നും കാണുന്നില്ല, എഴുന്നേറ്റ് വാ. ഞാൻ ഇവിടെ ആയിരുന്നല്ലോ. ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഇതാരാ? അവരെ വിളിക്ക്. മീനാക്ഷി, 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 ചെല്ലപ്പ, മീനാക്ഷി, ചെല്ലപ്പ. അയ്യോ സുധേട്ടാ, മെല്ലെ മെല്ലെ. അയ്യോ, അവനെ വിശ്വസിച്ചു പോയത് അബദ്ധമായല്ലോ. പോലീസിനെ അറിയിച്ചാലോ? ഒരു അഡ്രസ്സും ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് സമയത്താ ഈശ്വര അവരെ വീട്ടിൽ കയറ്റാൻ തോന്നിയത്? എല്ലാം പോയില്ലോ ഈശ്വര. എന്തായാലും പോലീസിൽ അറിയിക്കാം. വീട്ടിൽ ജോലിക്കായി വരുന്നവരെ അവരുടെ ദയനീയാവസ്ഥ കണ്ട് അവരുടെ അഡ്രസ് ചോദിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. അബദ്ധം പറ്റിപ്പോയി സാർ. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ ഒട്ടുമിക്ക കൊലപാതകങ്ങൾ വരെ ഈ ഒരു തിരിച്ചറിവില്ലാത്തതിന്റെ കാരണമാണ്. വീട്ടുവേലയ്ക്ക് വരുന്നവരുടെ ID കാർഡ്, റേഷൻ കാർഡ്, യഥാർത്ഥ സ്വഭാവ വിവരം എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അന്യദേശങ്ങളിൽ നിന്ന് വരുന്നവർ തീവ്രവാദികളാകാം, കൊലപാതകികളാകാം. ഗ്രാമപ്രദേശങ്ങളിൽ മറഞ്ഞിരിക്കാൻ നിങ്ങളെപ്പോലുള്ളവർ അവർക്ക് പിടിവള്ളികളാണ്. ശരിക്കും കൂടെയുള്ള ആളെ മനസ്സിലാക്കിയില്ല സാർ. നിങ്ങൾ പറഞ്ഞ സുലൈമാൻ ആളെങ്ങനെ? അയാൾ എൻ്റെ പഴയ പരിചയക്കാരനും. അയാളുടെ അടുത്ത് പണിക്ക് നിന്ന ആളാ ചെല്ലപ്പൻ. അതല്ലാതെ അയാൾക്കൊന്നും അറിയില്ല. അന്വേഷണം നടത്താം, പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോ നിങ്ങളുടെ ജീവൻ എടുത്തിട്ട് പോയാലോ? എന്തായിരിക്കും അവസ്ഥ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമായും വാങ്ങിയിരിക്കണം. ഇനിയിപ്പോ മോളുടെ കല്യാണക്കാര്യം എങ്ങനെ നടത്തും ഞാൻ? ഒക്കെ ശരിയാവും. നിങ്ങൾ സമാധാനിക്കും. നിങ്ങൾ ഇപ്പോൾ പോയിക്കോളൂ.